you know that there is an election going on between two ideologies. നിങ്ങൾക്കറിയാം ഈ രാജ്യത്തെ രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. And if I want to simplify what is going on in Indian politics today, it is a fight between those who want to protect the constitution and those who want to destroy the constitution. ഞാൻ നിങ്ങളോട് ലളിതമായ ഭാഷയിൽ ഇന്ത്യൻ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടം എന്താണെന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരും ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരും തമ്മിലുള്ള പോരാട്ടമാണ്. And the constitution is the document that protects the rights of all Indians regardless of the language they speak, the community they are from, the religion they practice, the state they are from. Everybody is the same in the eyes of the constitution. ഈ രാജ്യത്തെ ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങളെ സംരക്ഷിക്കുന്നതാണ്. ഏത് മതത്തിൽപ്പെട്ട ആളായാലും, ഏത് ഭാഷ സംസാരിക്കുന്ന ആളായാലും, ഏത് സംസ്ഥാനത്തുള്ള ആളായാലും, ഏത് മതത്തിൽപ്പെട്ട ആളായാലും, സമുദായത്തിൽപ്പെട്ട ആളായാലും അവരുടെ എല്ലാവരുടെയും അവകാശങ്ങളെ സംരക്ഷിക്കുന്ന രേഖയാണ് ഇന്ത്യയുടെ ഭരണഘടന. You understand very well that the BJP is attempting to capture all the institutions of our country. ഈ രാജ്യത്തിലെ എല്ലാ സ്ഥാപനങ്ങളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും കടന്നാക്രമിച്ച് അവയെ കൈക്കലാക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. One by one, whether it is the judiciary, whether it is the election commission, whether it is the CBI, ED, income tax department, whether it is the high bureaucracy, the RSS is infiltrating their people into these systems. ഇത് നമ്മുടെ രാജ്യത്തെ CBI ആകട്ടെ, ജുഡീഷ്യറി ആകട്ടെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആകട്ടെ, ഇലക്ഷൻ കമ്മീഷൻ ആകട്ടെ, രാജ്യത്തെ ഉദ്യോഗസ്ഥ വൃന്ദമാകട്ടെ, എല്ലായിടത്തും RSS അവരുടെ ആൾക്കാരെ ഈ സ്ഥാപനങ്ങളിലെല്ലാം നുഴഞ്ഞു കയറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. And on the other side, there is the India Alliance that believes that the institutions belong to India and not to any one organization. മറുവശത്ത് നമുക്കുള്ളത് ഇന്ത്യ മുന്നണിയാണ്. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒരു സ്ഥാപനത്തിനല്ല, മറിച്ച് ഈ രാജ്യത്തിന് മുഴുവൻ അവകാശപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യ മുന്നണിയാണ് മറുഭാഗത്തുള്ളത്. These institutions are not the personal property of the Prime Minister. ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വകാര്യ സ്വത്തല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. They are the property of every single Indian citizen. ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഈ രാജ്യത്തെ ഓരോ ഇന്ത്യക്കാരുടെയും സ്വത്താണെന്ന് ഞങ്ങൾ ഉറക്കെ പറയുന്നു. Every now and then you hear some BJP MP saying that they will change the constitution. നിങ്ങൾ ഓരോ സമയത്തും കേൾക്കുന്നുണ്ട് ഏതെങ്കിലും BJP MP പറയും ഞങ്ങൾ ഈ ഭരണഘടനയെ മാറ്റിമറിക്കുമെന്നും അവർ പറയുന്നത് നിങ്ങൾ തുടരെ കേൾക്കുന്നുണ്ട്. Let me make it very clear. The Congress party will not let the RSS change the constitution of India. ഞാനിത് വളരെ വ്യക്തമായി നിങ്ങൾ ഓരോരുത്തരോടും പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യയിലെ RSSനെ ഒരിക്കൽ പോലും ഇന്ത്യൻ ഭരണഘടനയെ മാറ്റാൻ അനുവദിക്കില്ല എന്ന് ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. It is our duty as the Congress party to protect every single Indian regardless of which community he is from, which state he is from, which religion he practices, where he lives, how he lives. This is our sacred duty of the Congress party. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ഓരോ പൗരനെയും ഏത് മതത്തിൽ നിന്ന് വരുന്നു എന്ന് നോക്കാതെ, ഏത് ജാതിയിൽ വരുന്നു എന്ന് നോക്കാതെ, എവിടെ ജീവിക്കുന്നു എന്ന് നോക്കാതെ, എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കാതെ ഈ രാജ്യത്തെ ഓരോ പൗരനെയും സംരക്ഷിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാവനമായ കടമയാണെന്ന് ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. The Prime Minister does not understand our country. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരിക്കലും ഇന്ത്യ എന്ന രാജ്യത്തെ മനസ്സിലാക്കാനാകുന്നില്ല. He says one nation, one leader, one language. അദ്ദേഹം പറയുന്നു ഒരു ദേശം, ഒരു നേതാവ്, ഒരു ഭാഷ. What does he mean one language? എന്തുകൊണ്ടാണ് ഒരു ഭാഷ എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? There are many languages in our country. നമ്മുടെ രാജ്യത്ത് വളരെയധികം ഭാഷകളുണ്ട്. How can you tell
the Tamil people that they cannot speak Tamil? എങ്ങനെയാണ് നിങ്ങൾക്ക് തമിഴ്നാട്ടിലെ മനുഷ്യരോട് അവർ തമിഴ് സംസാരിക്കരുതെന്ന് പറയാൻ സാധിക്കുക? How can you tell the people of Kerala that they cannot speak Malayalam? കേരളത്തിലെ ജനങ്ങളോട്, നമ്മൾ മലയാളികളോട് എങ്ങനെയാണ് അവർക്ക് പറയാൻ സാധിക്കുക നിങ്ങൾ മലയാളം പറയരുതെന്ന്? Malayalam is not a simple language. മലയാളം എന്ന് പറയുന്നത് വെറും ഒരു ഭാഷ മാത്രമല്ല. It is not just a few words that the people of Kerala say to each other. മലയാളം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഏതാനും വാക്കുകൾ മാത്രമല്ല. It is the history, the tradition, the culture of the people of Kerala. മലയാളം എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രമാണ്, കേരളത്തിന്റെ പാരമ്പര്യമാണ്, കേരളത്തിന്റെ സംസ്കാരമാണ് മലയാള ഭാഷ. And what does the Prime Minister mean? One leader. ഒരു നേതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് ഉദ്ദേശിക്കുന്നത്? There are millions of leaders in India. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ലക്ഷക്കണക്കിന് നേതാക്കളുണ്ട്. There are leaders in every single university of Kerala. കേരളത്തിലെ ഓരോ സർവകലാശാലയിലും നിരവധി നേതാക്കളുണ്ട്. There are leaders in every single SHG of Kerala. കേരളത്തിലെ ഓരോ SHGയിലും നിരവധി നേതാക്കളുണ്ട്. Kerala is full of leaders. What does he mean, one leader? കേരളം മുഴുവൻ നേതാക്കളുള്ളപ്പോൾ പ്രധാനമന്ത്രി ഒറ്റ നേതാവ് എന്ന് പറയുന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? He does not understand the DNA of India. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഇന്ത്യ രാജ്യത്തിന്റെ DNA എന്തെന്ന് ഇതുവരെ മനസ്സിലാക്കാനാക്കിയിട്ടില്ല. India is like a bouquet of flowers. ഇന്ത്യ എന്ന് പറയുന്നത് അനേകം പൂക്കളുടെ ഒരു ബൊക്കെ പോലെയാണ്. You cannot look at a bouquet and say there are only going to be white flowers. ഒരു അനേകം പൂക്കളുള്ള ഒരു ബൊക്കയിൽ നോക്കി നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല ഒരു കളറിലുള്ള വെള്ള നിറത്തിലുള്ള പൂക്കൾ മാത്രമേ ആ ബൊക്കയിൽ ഉണ്ടാകൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. Each flower gives unique character to the bouquet. ആ ബൊക്കയിലുള്ള ഓരോ പൂവും ആ ബൊക്കയ്ക്ക് അതിന് സവിശേഷമായ സ്വഭാവവും വ്യക്തിത്വവും നൽകുന്നു. Each flower has a different smell. ഓരോ പൂവിനും വ്യത്യസ്തമായ ഒരു ഗന്ധമുണ്ട്. Each flower has a different color. ഓരോ പൂവിനും വ്യത്യസ്തമായ ഒരു നിറമുണ്ട്. In the same way, all our people have a different religion, have a different state, have a different language, have a different tradition. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായ ഭാഷയുണ്ട്, വ്യത്യസ്തമായ മതമുണ്ട്, വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവർ വരുന്നത്, വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ അവർക്കുണ്ട്. And that is exactly our strength. അതാണ് ഈ രാജ്യത്തെ ഈ പറയുന്ന വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. I am proud that the people of Kerala have their own language. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മലയാളം എന്ന് പറയുന്ന നിങ്ങളുടെ സ്വന്തമായ ഭാഷയുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. I listen to the history of Kerala and the tradition of Kerala with humility. ഞാൻ കേരളത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ചും കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും വിനയത്തോടു കൂടിയാണ് കേൾക്കുന്നത്. I would never come to Kerala and say there should be only one language in India or one tradition in India or one religion in India. ഞാൻ ഒരിക്കലും കേരളത്തിൽ വന്ന് നിങ്ങളോട് പറയില്ല ഇന്ത്യയിൽ ഒരു ഭാഷ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, കേരളത്തിൽ ഇന്ത്യയിൽ ഒരു ചരിത്രം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, കേരളത്തിൽ ഒരു സംസ്കാരവും പാരമ്പര്യവും മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ഞാൻ ഒരിക്കലും കേരളത്തിൽ വന്ന് നിങ്ങളോട് പറയില്ല. And it is important that every single flower is protected in the bouquet. ഈ ബൊക്കയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബൊക്കയിലെ ഓരോ പുഷ്പവും സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. And that is our commitment to you, that not a single person, regardless of his religion, regardless of his community, regardless of the language he speaks, regardless of where he lives, is going to be harmed by the RSS and the BJP. ഇത് ഇന്ത്യയിലെ ജനങ്ങളോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിബദ്ധതയും വാഗ്ദാനവുമാണ്. ഈ രാജ്യത്തെ ഓരോ വ്യക്തിയെയും അവരുടെ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, സംസാരിക്കുന്ന ഭാഷയുടെ പേരിൽ, എവിടെ ജീവിക്കുന്നു എന്നതിന്റെ പേരിൽ, എങ്ങനെ ജീവിക്കുന്നു എന്നതിന്റെ പേരിൽ ഇന്ത്യയിലെ ഓരോ വ്യക്തിയെയും ഉപദ്രവിക്കാൻ RSSനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവദിക്കില്ല എന്നത് ഞങ്ങളുടെ വാഗ്ദാനമാണ്. We are not going to allow an India where people are scared to practice their religion, speak their language, believe in their tradition. ഞങ്ങൾ ഒരിക്കലും ഇന്ത്യയിൽ മനുഷ്യർ അവരുടെ മതം പ്രാക്ടീസ് ചെയ്യുന്നതിന്, അവരുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നതിന്, അവരുടെ ഭാഷ സംസാരിക്കുന്നതിന് ഇന്ത്യയിലെ ജനങ്ങൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. Thank you. നന്ദി. താങ്ക് യു.